നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വിലയിരുത്താൻ സ്റ്റുഡൻറ് ട്രാവൽ ഫെസിലിറ്റി യോഗം ചേർന്നു. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, സ്വകാര്യ ബസ് ഉടമകൾ, സംഘടനാ പ്രതിനിധികൾ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രാഫിക് പോലീസ്, KSRTC പ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോമോ തിരിച്ചറിയൽ രേഖയോ പരിഗണിച്ചും മറ്റ് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര്, വിലാസം, വിദ്യാർത്ഥിയുടെ വിലാസം, വയസ്സ്, വിദ്യാഭ്യാസ കാലയളവ്, ഫോട്ടോ എന്നിവ രേഖപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചും യാത്രാക്കൂലി ഇളവ് നേടാവുന്നതാണ്. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവ് ലഭിക്കാൻ സ്ഥാപന മേധാവി വിദ്യാർത്ഥികളുടെ ബന്ധപ്പെട്ട വിവരങ്ങൾ പട്ടിക തയ്യാറാക്കിയ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന താലൂക്കിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട കൺസൾഷൻ കാർഡ് വാങ്ങി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഒരു വശത്തേക്ക് പരമാവധി 40 കിലോമീറ്റർ ദൂരത്തേക്ക് 27 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ദേശീയ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ യാത്രാ ഇളവ് നേടാവുന്നതാണ്. തിരക്കൊഴിവാക്കുന്നതിനായി വൈകുന്നേരത്തെ സ്കൂൾ പ്രവർത്തന സമയത്തിൽ ചെറിയ മാറ്റം വരുത്താൻ യോഗത്തിൽ തീരുമാനമുണ്ടായി. സ്കൂൾ പരിസരത്തെ റോഡിൽ തിക്കും തിരക്കും അപകട സാധ്യതയും ഒഴിവാക്കാൻ PTI മുൻകൈയെടുക്കണമെന്ന യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. ₹1 മുതൽ പരമാവധി ₹6 വരെയാണ് വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി. ദൂരവും കൂലിയും ബസ്സുകളിൽ പ്രദർശിപ്പിക്കണമെന്നും യാത്രാ പാസ് സോഫ്റ്റ്വെയർ സംവിധാനം പരിഷ്കരിക്കണമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്റ്റോപ്പുകളിൽ തന്നെ ബസ് നിർത്തണമെന്നും തീരുമാനമുണ്ടായി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതവും സൗഹാർദ്ദപരവുമായ യാത്ര ഉറപ്പുവരുത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു.